ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻഡ് 14 ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യനുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഡിഫൈൻ ദ സെറ്റ് എ ഓഫ് ഓൾ പോളിഗൺസ് as r equal to p1 p2 such that p1 and p2 have same number of sides is an equivalent relation. അതായത് എല്ലാ പോളിഗണെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റിലേഷൻ എങ്ങനെയാണ്? p1 p2 എന്ന് പറയുന്ന രണ്ട് പോളിഗണാണ് നമ്മൾ എടുക്കുന്നത്. ആ പോളിഗൺ p1നും p2നും സെയിം നമ്പർ ഓഫ് സൈഡ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഈക്വൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സെയിം നമ്പർ ഓഫ് സൈഡ് ആയിരിക്കണം. ഇത്രയും നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ റിലേഷൻ. ഇതൊരു ഈക്വലന്റ് റിലേഷൻ ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. വാട്ട് ഈസ് ദ സെറ്റ് ഓഫ് all elements in A relate to the right angle triangle T with the side 3, 4 and 5. 3, 4, 5 എന്ന സൈഡ് വരുന്ന റൈറ്റ് ട്രയാങ്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എലമെന്റുകളും സെറ്റ് എയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എലമെന്റുകളും നമ്മൾ കണ്ടെത്തുകയും വേണം. ഫസ്റ്റ് റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട് p1 p2 p1 ആൻഡ് p2 ഹാവ് സെയിം നമ്പർ ഓഫ് സൈഡ്. രണ്ടിനും സെയിം നമ്പർ ഓഫ് സൈഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ റിഫ്ലക്സീവ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുകയാണ് p1 ആൻഡ് p1 ആർ ദ സെയിം പോളിഗൺ. ഇപ്പോൾ ഒരു റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ സെയിം പോളിഗൺ തന്നെയാണല്ലോ. അപ്പോൾ രണ്ട് പോളിഗൺ ഇപ്പോൾ ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ട്രയാങ്കിൾ എടുത്തു. രണ്ട് ട്രയാങ്കിൾ ഉണ്ടാവും. കാരണം ട്രയാങ്കിളിന് 3 സൈഡാണ്, വേറെയും ട്രയാങ്കിൾ അതിന് 3 സൈഡാണ്. ഇപ്പോൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 4 സൈഡ്, ക്വാഡ്രിലാറ്ററൽ ആണെന്നുണ്ടെങ്കിൽ 4 സൈഡ്, പെൻറ്റഗൺ ആണെന്നുണ്ടെങ്കിൽ 5 സൈഡാണ് അല്ലേ. അപ്പോൾ p1 ആൻഡ് p1 ആർ ദ സെയിം പോളിഗൺ. രണ്ടും ഒരേ പോളിഗൺ ആണ്. p1 എന്ന് പറയുന്നത് എന്താണ്? സെയിം പോളിഗൺ ആണ്. അപ്പോൾ അതിന് സെയിം നമ്പർ ഓഫ് സൈഡ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് റിഫ്ലക്സീവ് ആകൂലേ അല്ലേ. p1 ആൻഡ് p1 ഹാവ് ദ സെയിം നമ്പർ ഓഫ് സൈഡ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ p1 ബിലോങ്സ് ടു r എന്ന് വരും. ദാറ്റ് മീൻസ് r ഈസ് റിഫ്ലക്സീവ്. അപ്പോൾ r എന്താന്ന് കിട്ടി? റിഫ്ലക്സീവ് ആണെന്ന് കിട്ടി. ഇനി അടുത്ത സിമെട്രിറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. സിമെട്രിറ്റി p1 ആൻഡ് p2 ഹാവ് ദ സെയിം നമ്പർ ഓഫ് സൈഡ്. p1നും p2നും സെയിം നമ്പർ ഓഫ് സൈഡ് ആണ്. അപ്പോൾ നേരെ തിരിച്ചും പറഞ്ഞൂടെ, p2നും p1നും സെയിം നമ്പർ ഓഫ് സൈഡ് ആണെന്നുള്ളത് അല്ലെ. p1നും p2നും സെയിം നമ്പർ ഓഫ് സൈഡ് ആണ്. p1 3 സൈഡാണ്, p2 3 സൈഡാണ്. അപ്പോൾ p2 3 സൈഡാണ്, p1 3 സൈഡാണ്. നേരെ തിരിച്ചും പറഞ്ഞൂടെ. ദെൻ p2 ആൻഡ് p1 ഹാവ് ദ സെയിം നമ്പർ ഓഫ് സൈഡ്. സെയിം പോളിഗൺ തന്നെയല്ലേ അത് അല്ലെ. p1 p2 ഉണ്ടെങ്കിൽ p2 p1 ഉണ്ട്. p1 p2 ബിലോങ്സ് ടു r ആണെന്നുണ്ടെങ്കിൽ p2 p1 ബിലോങ്സ് ടു r ആണ്. അത് സിമ്മട്രിക് ആണ്. ഓക്കെ. ദെൻ അടുത്തത് ട്രാൻസിറ്റിവിറ്റി. p1 p2 ഉണ്ട്. p1നും p2നും സെയിം നമ്പർ ഓഫ് സൈഡ് ആണ്. p2നും p3ക്കും സെയിം നമ്പർ ഓഫ് സൈഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ p1നും p3ക്കും സെയിം നമ്പർ ഓഫ് സൈഡ് ആവൂലേ അല്ലെ. p1നും p2നും സെയിം നമ്പർ ഓഫ് സൈഡ് ആണ്. p2ന് ഇപ്പോൾ ഒരു 3 നമ്പർ ആണെന്നുണ്ടെങ്കിൽ p1നും എത്രയാ? 3 നമ്പർ ഓഫ് സൈഡ് ആണെന്ന് എഴുതാം. p2ന് 3 അല്ലേ. അപ്പോൾ p3ക്കും 3 ആണെന്ന് അറിയണം. അപ്പോൾ ആ നോക്കിയേ, p1നും p3ക്കും ഒരേ നമ്പർ ഓഫ് സൈഡ് ആയില്ലേ. അപ്പോൾ p1നും p3 ഹാവ് ദ സെയിം നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ നമുക്ക് പറയാം p1 p2 ബിലോങ്സ് ടു r ആണ്, p2 p3 ബിലോങ്സ് ടു r ആണ് എങ്കിൽ p1 p3 ബിലോങ്സ് ടു r എന്ന് കിട്ടും. ഓക്കെ. സോ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ റിലേഷൻ r എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പം നമുക്ക് പറയാം ഹെൻസ് r ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. r ഒരു ഈക്വലൻസ് റിലേഷൻ ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ. ഈക്വലൻസ് ആവണം എന്നുണ്ടെങ്കിൽ റിഫ്ലക്സീവ് ആവണം, സിമ്മട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് കിട്ടി, സിമ്മട്രിക് ആണെന്ന് കിട്ടി, ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ദ റിലേഷൻ r ഈസ് ഈക്വലൻസ് റിലേഷൻ. ഇനി വാട്ട് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ് ഇൻ എ റിലേറ്റഡ് ടു ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ T വിത്ത് സൈഡ്സ് 3, 4 ആൻഡ് 5. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ p1 എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന് 3 സൈഡാണ്. ഓക്കെ. T p2 ആർ ഇൻ റിലേഷൻ. ഫോർ എക്സാമ്പിൾ പറയാണ്, p1 എന്ന് പറയുന്നത് T ആണ്, ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ p2 ആർ റിലേഷൻ ഉണ്ടെങ്കിൽ ട്രയാങ്കിളിന് എത്ര സൈഡാ? 3 സൈഡാണ്. t1നും p2നും സെയിം നമ്പർ ഓഫ് സൈഡ് ആണ് എന്നാണല്ലോ റിലേഷന്. അപ്പോൾ t p2 അതിലുണ്ടെങ്കിൽ ടിക്ക് എത്ര സൈഡ് ഉണ്ടോ അത്ര സൈഡ് ആർക്കും ഉണ്ട്? p2നും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം p2 ഹാസ് 3 സൈഡ്സ് എന്ന് പറയാം. p2ന് എത്ര സൈഡ് ഉണ്ട്? അപ്പോൾ 3 സൈഡ് ഉണ്ടെന്ന് പറയാം. കാരണം T ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ p2 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആണ്.
നമുക്ക് 3, 4, 5 തന്നിക്കണമെന്ന് എഴുതിയാണ്, അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇവിടെ നമ്പർ ഓഫ് സൈഡുകൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ, സൈഡിൻ്റെ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് പറയാം P2 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആണ്. എല്ലാ ട്രയാങ്കിൾസിൻ്റെയും സെറ്റാണ് അടുത്ത P2 വരുന്നത്. അതായത് ആ തന്നിരിക്കുന്ന ട്രയാങ്കിളിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് ഓൾ സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. കാരണം ട്രയാങ്കിൾസിന് എല്ലാവർക്കും 3 സൈഡ് അല്ലേ, അപ്പോൾ എല്ലാ ട്രയാങ്കിളും അതിൽ പെടും. ഓക്കെ, കാരണം നമ്പർ ഓഫ് സൈഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ് ഇൻ എ റിലേറ്റഡ് ടു ദ ട്രയാങ്കിൾ ടി ഹാസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. ദെൻ 14ാമത്തത് let L be the set of all lines in xy plane and R be the relation in L defined as R. ഇവിടെ ലൈനുകളുടെ റിലേഷൻ ആണ് പറയുന്നത് കേട്ടോ. R ഈക്വൽ ടു L1 L2. തൊട്ട് മുമ്പത്തേൽ നമ്മൾ പോളിഗൺ ആണ് പറയുന്നത്, ഇവിടെ ലൈൻ ആണ് പറയുന്നത്. L1 L2. L1 is parallel to L2 എന്നാണ് പറയുന്നത്. L1 is parallel to L2 എന്നാണ് പറയുന്നത്. ഷോ ദാറ്റ് R is an equivalence relation. ഇപ്പം നമ്മൾ P1 P2 ചെയ്ത പോലെ തന്നെ P1 and P2 have same number of side എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ L1 is parallel to L2 എന്നുള്ളതാണ് നമ്മളുടെ കണ്ടീഷന്. അതിനുശേഷം ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് റിലേറ്റഡ് ടു ദ ലൈൻ y ഈക്വൽ ടു 2x + 4 നമ്മൾ കണ്ടുപിടിക്കണം. R ഈക്വൽ ടു L1 L2. L1 is parallel to L2 എന്നാണ് പറയുന്നത്. ശരിക്ക് നമ്മൾ ആദ്യം റിഫ്ലക്സീവ് നോക്കാൻ പോകണ്ടോ, ശരിക്കും ശ്രദ്ധിക്കുക. റിഫ്ലക്സീവ് ചെക്ക് ചെയ്യാൻ പോവാണ്. L is parallel to itself. ഒരു ലൈന് ആ ലൈനിന് തന്നെ പാരലൽ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, L is parallel to itself. So L is parallel to L, അഥവാ L belongs to R എന്ന് നമുക്ക് പറയാം. L belongs to R. അപ്പോൾ അതെന്താണ്, റിഫ്ലക്സീവ് ആണ്. R is റിഫ്ലക്സീവ്. ഇനി സിമ്മട്രിവിറ്റി നോക്കാൻ പോവാണ്. സിമ്മട്രിവിറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. L1 is parallel to L2. ഓക്കെ, ഇതൊരു ലൈന് L1, ഇതൊരു ലൈന് L2. L1 പാരലൽ ടു L2 ആണ്. അപ്പം നേരെ തിരിച്ചും വരൂലേ, L2 പാരലൽ ടു L1 ആയിട്ടും വരൂലേ. L1 L2ന് പാരലൽ ആണെന്നുണ്ടെങ്കിൽ L2 L1നും പാരലൽ ആവൂലേ, അല്ലേ? അപ്പോൾ L2 പാരലൽ ടു L1. അപ്പോൾ L1 L2 ബിലോങ്സ് ടു R ആണെന്നുണ്ടെങ്കിൽ L2 L1 ബിലോങ്സ് ടു R. അപ്പോൾ സിമ്മട്രിക് ആണ്. ഇനി ട്രാൻസിറ്റിവിറ്റി, L1 parallel to L2, L2 parallel to L3, then L1 parallel to L3 എന്നാണ് പറയുന്നത്. ഇപ്പം ഞാനിവിടെ വേറൊരു ലൈനും കൂടി വരച്ചു, L3. ഞാനിവിടെ ലൈനും കൂടി വരച്ചു L3. L1 parallel to L2 ആണ്, L2 parallel to L3 ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L3 parallel to L1 ആവില്ലേ, അല്ലെങ്കിൽ L1 parallel to L3 ആകൂലേ? L1 L2ന് പാരലൽ ആണ്, L2 L3ക്കും പാരലൽ ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L1 ആർക്ക് പാരലൽ ആകും? L3ക്ക് പാരലൽ ആവും, അല്ലേ? അപ്പോൾ L1 L2 പാരലൽ ടു R, L2 L3 പാരലൽ ടു R. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L1 L3 ബിലോങ്സ് ടു R, പാരലൽ അല്ല, ബിലോങ്സ് ടു R കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് ട്രാൻസിറ്റീവ്. അപ്പോൾ നോക്കിയാൽ റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഹെൻസ് R is an equivalence relation. അതുകൊണ്ട് R ഒരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ലൈന് കണ്ടുപിടിക്കണ്ടേ, y ഈക്വൽ ടു 2x + 4. ഈ ലൈനിന് പാരലായിട്ട് വരുന്ന എല്ലാ ലൈനുകളും അതിൽ പെടും. അപ്പോൾ ഇതിന് പാരലായിട്ട് വരുന്ന ലൈനിൻ്റെ കോമൺ ഇക്വേഷൻ നമ്മൾ എഴുതിയാൽ മതി. നോക്കിയാൽ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫ്രം എ ലൈൻ y is equal to mx + b എന്ന് പറയുന്നതിൽ വേർ m is the സ്ലോപ്പ് ആണ്. ഇപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എത്രയാണ്? 2 ആണ്, അല്ലേ? അപ്പോൾ സ്ലോപ്പ് 2 ആണ് കണ്ടോ. സ്ലോപ്പ് ഓഫ് y ഈക്വൽ ടു 2x + 4 എന്ന് പറയുന്നത് m സ്ലോപ്പാണ്. y ഈക്വൽ ടു mx + b എന്നാണല്ലോ. വൈയുടെ സ്ഥാനത്ത് y തന്നെയാണ്, എമ്മിൻ്റെ സ്ഥാനത്ത് 2 ആണ്, ബിയുടെ സ്ഥാനത്ത് 4 ആണ്. അപ്പോൾ m സ്ലോപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്ലോപ്പ് 2 എന്ന് കിട്ടും. ഓക്കെ, ഫോർ എ പാരലൽ ലൈൻ ദ സ്ലോപ്സ് ആർ ഈക്വൽ. പാരലൽ ലൈൻസിൻ്റെ സ്ലോപ്പ് എന്താണ്? ഈക്വൽ ആണ്. പാരലൽ ലൈൻസിൻ്റെ സ്ലോപ്പുകൾ ഈക്വൽ ആണ്. രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്പ് പാരലൽ ആണെന്നുണ്ടെങ്കിൽ ആ ലൈൻസ് ഈക്വൽ ആവും. രണ്ട് ലൈനുകളുടെ സ്ലോപ്പ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ലൈൻസ് പാരലൽ ആവും, അല്ലെങ്കിൽ ലൈൻസ് പാരലൽ ആണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ആവും. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ആണ്. അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് ഓൾ ലൈൻ വിത്ത് സ്ലോപ്പ് 2 ഈസ് പാരലൽ ടു y ഈക്വൽ ടു 2x + 4. ഞാൻ പറഞ്ഞേ ആ സ്ലോപ്പ്, അതേ സ്ലോപ്പിലുള്ള എല്ലാ ലൈനുകളും ഈ y ഈക്വൽ ടു 2x + 4 എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? പാരലൽ ആണ്. അപ്പോൾ എല്ലാ ലൈനുകളും പെടും. അതിനെ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ പറയാം? y ഈക്വൽ ടു 2x + c. c എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്.
ഓക്കെ, y ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി എന്നാണല്ലോ. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്താണ് സ്ലോപ്പ് വരുന്നത്. അപ്പോൾ y ഈക്വൽ ടു 2x പ്ലസ് സി. ഈ ഫോമാറ്റിലുള്ള എല്ലാ ലൈനുകളും നമുക്ക് ആ സെറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം സ്ലോപ്പ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ സെറ്റുകളുടെ ലൈൻസുകളൊക്കെ എന്താണ്, പാരലൽ ആണ്. നമുക്കിവിടെ L1 പാരലൽ ടു L2 ആണല്ലോ. അപ്പോൾ y ഈക്വൽ ടു 2x പ്ലസ് 4ന് പാരലൽ ആയിട്ട് വരുന്ന എല്ലാ സെറ്റുകളെയും നമ്മൾ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, y ഈക്വൽ ടു 2x പ്ലസ് സി ആണ്. സി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. സി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാം.